പിതൃസ്വത്തായി കിട്ടിയ 88 സെന്റ് സ്ഥലത്ത്, അതും കുത്തനെയുള്ളൊരു സ്ഥലം, മുൻപ് റബ്ബർ നിന്നിരുന്നൊരു സ്ഥലം, റീപ്ലാന്റ് ചെയ്യാറായൊരു സ്ഥലം, അവിടെ ആ റബ്ബറൊക്കെ മുറിച്ചു നീക്കി തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഒരു കാർഷിക പ്രവർത്തനത്തിൽ ഒരുങ്ങുകയാണ് ഒരു നാട്ടിൻപുറത്തുകാരൻ. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് KP ദർശനാണ്. ദർശൻ, നമസ്കാരം. നമസ്കാരം. ദർശൻ ഈ കാണുന്ന കുന്നിൻപുറം മുഴുവൻ മനോഹരമായ ഒരു കുരുമുളക് തോട്ടം ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ്. ഈ തോട്ടത്തിന്റെ പണികളെല്ലാം തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട 90% പണികളും ദർശൻ തന്നെയാണ്. ഇതിന്റെ അധ്വാനം, ഇതിന്റെ ആശയവും ദർശന്റെ തന്നെയാണ്. ഇതിന് മറ്റ് സഹായങ്ങളൊന്നും ആരുമില്ലാതെ തന്നെ വളരെ ശ്രമകരമായ ഒരു ദൗത്യം ഏറ്റെടുത്ത് നടത്തുകയാണ്. ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളമായി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു ആഗ്രഹമാണ് ദർശൻ ഈ പരിശ്രമത്തിലൂടെ സാക്ഷാത്കരിക്കാൻ ഒരുങ്ങുന്നത്. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത്, ഈ കാർഷിക പ്രവർത്തനത്തിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ദർശനോട് തന്നെ ചോദിച്ചറിയാം. എന്താണ് ഇങ്ങനെ ഒരു വേറിട്ട ഒരു രീതിയിൽ ഒരു കാർഷിക പ്രവർത്തനത്തിന് തയ്യാറായത്? എന്തുകൊണ്ടാണ്? കൃഷി ചെറുപ്പം മുതലേ ഒരു താല്പര്യമുള്ള ഒരു തൊഴിലായിരുന്നു. അത് കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ കണക്കാക്കിക്കൊണ്ട് റബ്ബർ എന്ന ഒരു സംരംഭം അത്ര ലാഭകരമല്ല എന്ന് തോന്നിയപ്പോൾ കുരുമുളകിലേക്ക് കടക്കാമെന്ന് 2015 തോന്നിയ ഒരാശയം, അത് പല കാരണങ്ങൾ കൊണ്ട് മാറ്റിവെക്കപ്പെട്ട് ഇപ്പോൾ അതിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഈ 2024 നവംബറിലാണ് ഇതിന്റെ പണികൾ തുടങ്ങി വെച്ചത്. ഇപ്പോൾ 2025 മാർച്ച്. ഈ കുരുമുളക് കൃഷി പലരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നാട്ടിൻപുറത്ത് എല്ലായിടത്തും കുരുമുളക് കൃഷിയിലുള്ളതാണ്. പക്ഷെ ഇതുപോലെയുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു രീതിയിൽ ഇതൊരു PVC പോസ്റ്റ് ഇട്ടിട്ട് അതിൽ കുരുമുളക് വളർത്താനുള്ള ഒരു പരിപാടിയാണ്. തന്നെയല്ല, താരതമ്യേന വലിയൊരു ചെലവും വരുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ആശയം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉദ്യമം എങ്ങനെയാണ് ഉണ്ടായത്? PVC പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്തതിനെ കുറിച്ച് നേരത്തെ അറിവ് ലഭിച്ചിരുന്നു. അപ്പൊ അത് എത്ര മാത്രം നമുക്ക് ലാഭകരമാണ്, എത്ര അതിൽ ചെലവ് വരും എന്നുള്ളതിനെ കുറിച്ച് ഒരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് നാളത്തെ ഒരു അന്വേഷണം, യഥാർത്ഥത്തിൽ നമ്മൾ PVC പൈപ്പ് കൊണ്ട് തന്നെ PVC പൈപ്പ് താങ്ങുകാലാക്കിക്കൊണ്ട് അതിൽ കുരുമുളക് കൃഷി നടത്താം എന്ന ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുകയായിരുന്നു. അത് പ്രാരംഭമായിട്ടുള്ള ചെലവും അധ്വാനവും കൂടുതലാണെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് പണികൾ വളരെ ലാഭകരമാണ്. മറ്റു തരത്തിലുള്ള ചെലവുകളൊന്നും വരാം. ഈ കോൺക്രീറ്റും അതുപോലെ തന്നെ കരിങ്കല്ലിന്റെ ഒക്കെ ഇതിലൊക്കെ ഈ കുരുമുളക് കയറ്റിയിട്ടുണ്ട്. പിന്നെ അധികം വൃക്ഷമായിട്ട് വളരാത്ത ശീമക്കൊന്ന പോലെയുള്ളതിലൊക്കെ കുരുമുളക് തോട്ടം കണ്ടിട്ടുണ്ട്. ഇത് വലിയൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണം ആദ്യം തന്നെ. ഇതിന്റെ മണ്ണൊരുക്കുന്ന തൊട്ടുള്ള പണികൾ എങ്ങനെയൊക്കെയാണ് നടന്നത്? നിലവില് റബ്ബറായിരുന്നു ഈ കൃഷി സ്ഥലത്ത് ഉണ്ടായിരുന്നത്. അതിനെയൊക്കെ മുറിച്ച് അന്ന് പ്ലാറ്റ്ഫോം കിടന്നിരുന്ന ആ സ്ഥലത്തിനെ കുറച്ചും കൂടി വീതി കൂട്ടി നമുക്ക് കുരുമുളക് കൃഷിക്ക് പ്രായോഗികമായ രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ താങ്ങുകാലമായിട്ട് കോൺക്രീറ്റ് പോസ്റ്റില് മറ്റ് സംവിധാനങ്ങളും സ്വാഭാവികമായിട്ടുള്ള ശീമക്കൊന്നയും മറ്റ് മരങ്ങളൊക്കെ ആയിട്ടുള്ള ചെയ്യുന്നതുണ്ട്. പക്ഷെ മരങ്ങളാകുമ്പോൾ അത് വേരും മറ്റ് കാരണങ്ങൾ കൊണ്ട് അധിക വളം ഭരിച്ചെടുത്ത് നമുക്ക് കുരുമുളകിന് കൃത്യമായിട്ടുള്ള രീതിയിൽ വളം കിട്ടാത്തത് കൊണ്ട് അതിനെ മാറ്റി പണ്ട് കാലത്ത് പരമ്പരാഗതമായിട്ട് നമ്മൾ കൃഷി ചെയ്തു വന്നിരുന്ന കുരുമുളക് കൃഷി ചെയ്തിരുന്നത് ഇടവിളയായിട്ടായിരുന്നു. ഇത് തനിവിളയായിട്ട് ചെയ്യുമ്പോൾ ഇടവിള എന്ന ആശയം മാറി തനിവിള എന്ന ആശയം വന്നപ്പോൾ അതിനെ മാത്രമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് കുരുമുളകിന് മാത്രമായിട്ട് നമ്മൾ പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുമ്പോൾ ഇതാണ് അതിനെ നമുക്ക് പ്രായോഗികമായിട്ട് ഗുണകരമായിട്ടുള്ളത്. ഇതിപ്പോ എത്രത്തോളം ഈ പോസ്റ്റുകൾ ഇങ്ങനെ ഇവിടെ ഈ ഏരിയയിൽ ഇപ്പൊ 88 സെന്റ് സ്ഥലം എന്നാണല്ലോ പറഞ്ഞത്. ഈ സ്ഥലത്ത് ഇപ്പൊ എത്ര പോസ്റ്റുകൾ അല്ലെ എത്ര കുരുമുളക് തൈകൾ നടാനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ 88 സെന്റ് സ്ഥലം ഉണ്ടെങ്കിലും കുറച്ച് ഭാഗം പാറയും മറ്റ് അസൗകര്യമുള്ളത് കൊണ്ട് കുറച്ച് ഭാഗമൊക്കെ ഒഴിവാക്കി പിന്നെ നമ്മൾ പറമ്പിലേക്ക് കയറി വരാനുള്ള സംവിധാനങ്ങളാക്കിയിട്ട് കുറച്ച് ആ ഭാഗത്ത് കുറച്ച് പാറയായിട്ടുള്ള സ്ഥലം അത് ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 50 സെന്റ് സ്ഥലമാണുള്ളത്. കുത്തിന് ചെരുവായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച രീതിയിലേക്ക് എണ്ണം കിട്ടില്ല. എങ്കിലും 450 PVC പൈപ്പാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 375 എണ്ണം ഇതുവരെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പൊ ആ റോഡിന്റെ പണികൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അതും കൂടെ കഴിഞ്ഞാൽ 450 എണ്ണത്തിലേക്ക് കൃത്യമായിട്ട് നമുക്ക് എത്താൻ കഴിയും. എങ്ങനെയാണ് ഈ പോസ്റ്റ് എങ്ങനെയാണ് ഇതിന്റെ സ്ഥാപിക്കുന്നത്? എങ്ങനെയാണ് അതിൽ ഈ കോൺക്രീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നിലവിൽ നിരന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് ഗേജ് ഉള്ള PVC പൈപ്പ് അടിയിൽ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ച് അതിലേക്ക് കുരുമുളക് കയറ്റി കൊടുക്കുന്ന സംവിധാനമാണ് പ്രായോഗികമായിട്ടുള്ളത്. ഇത് ചെരിഞ്ഞ സ്ഥലമായതുകൊണ്ട് നമുക്ക് ഇതിൽ കോണി ചാരി കുരുമുളക് പറിക്കാവുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഞാൻ ഉള്ളിൽ കമ്പിയിട്ട്
അടി കോൺക്രീറ്റ് ചെയ്ത് PVC പൈപ്പിന്റെ ഉള്ളിൽ കമ്പിയിട്ടാണ് കോൺക്രീറ്റ് ചെയ്തത്. PVC പൈപ്പിന്റെ ഉള്ളിൽ അതിൽ കോൺക്രീറ്റ് ഈ കാലുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചുള്ളതാണ്. അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് സൈഡിൽ അതിനെ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് ഉള്ളിൽ കൂടെ കോൺക്രീറ്റ് ഇറക്കുന്നത്. ഇതിപ്പോ 10 അടി നീളമുള്ള പൈപ്പാണ്. ഈ തറയിന്ന് 10 അടി ഹൈറ്റ് മുകളിലേക്കുണ്ട്. അത് അടിയിൽ നിന്ന് 10 അടി 3 മീറ്റർ നീളമുള്ള പൈപ്പ്. ഇനി ഇതിലേക്ക് 2 മീറ്ററും കൂടെ അഡീഷണൽ വരും. അത് അതിന് ആണ് അഡീഷണൽ കയറ്റി കൊടുക്കുന്നതിന് വേണ്ടിയാണ് കമ്പി അങ്ങനെ നീളത്തിലേക്ക് ഇട്ടിരിക്കുന്നത്. അതും കോൺക്രീറ്റ് ചെയ്തിട്ട് ഉറപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കോണി ചാരി ധൈര്യമായിട്ട് ഇത് വേണ്ട, ഒരിക്കലും ഇത് ഇളകാത്ത രീതിയിലേക്കാണ് അതിന്റെ സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സുഖകരമായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് മരത്തിൽ കോണിചാരി എങ്ങനെയാണോ പറിക്കുന്നത് ലാഡർ സംവിധാനം ഉപയോഗിച്ച് ചെയ്യാൻ നമുക്ക് ഇതിന്റെ സെന്റർ ഭാഗത്ത് മാത്രം, ഇതിന്റെ മധ്യഭാഗത്ത് മാത്രമേ കൂടെ നമുക്ക് അത്തരത്തിലുള്ള സംവിധാനം, ഈ ചെരിഞ്ഞ സ്ഥലത്തെ കൂടെ നമുക്ക് അങ്ങനെ ലാഡർ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ ചെയ്യുന്ന രീതി വേണ്ട. അപ്പൊ നമ്മുടെ സ്ഥലത്തിന്റെ പശ്ചാത്തലം അനുസരിച്ച് ഭൂപ്രകൃതി അനുസരിച്ച് നമ്മൾ അതിന് പ്രായോഗികമായിട്ടുള്ള ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു മാത്രം. ഇതിലിപ്പോ നമ്മള് നടാൻ ഉദ്ദേശിക്കുന്നത് ഏത് ഇനത്തിൽപ്പെട്ട കുരുമുളകാണ്? ഇപ്പൊ നമ്മള് കുമ്പുക്കൽ എന്ന ഒരു ഇനമുണ്ട്, പ്രത്യേകമാണ്. നമ്മള് ദേശീയ അവാർഡ് ജേതാവായ വർഗീസ് കുമ്പുക്കൽ എന്ന് പറഞ്ഞ ഒരു ചേട്ടന്റെ, അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ പറമ്പിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഒരു കുരുമുളക് ഇനമാണ് കുമ്പുക്കൽ. അത് രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളതാണ്. പിന്നെ ചൂടിനെ അതിജീവിക്കാനുള്ള കഴിവുണ്ട്, നല്ല വളർച്ചയുള്ളതാണ്, കരുത്തുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇനം അതൊരു 250 എണ്ണം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് 200 എണ്ണം കുതിരവാരി എന്നുള്ള, അത് കുമ്പുക്കൽ ഇനത്തോട് തന്നെ സാമ്യം നിൽക്കുന്ന ഒരു ഇനമാണ് കുതിരവാരി. ഇത് രണ്ടും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഒരെണ്ണം ജൂലൈ മാസത്തിൽ കിട്ടും, മഴ വരുന്നോടെ നടാവുന്ന രീതി. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പണികളും ചെയ്ത് പൂർത്തീകരിച്ച് മഴ വരുമ്പോൾ നമുക്ക് അത് നടുന്ന പണിയിലേക്ക് മാത്രം കടക്കാവുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ അല്ലാത്ത സമയത്ത് ഇതിപ്പോ നനയ്ക്കേണ്ട ഒരു സാഹചര്യം വരൂലേ? ഇത്രയും തൈകൾ നനയ്ക്കണ്ടേ? അപ്പൊ ഇതുപോലൊരു പ്രദേശത്ത് ഈ വെള്ളത്തിന്റെ ലഭ്യത എങ്ങനെയാണ്? ഇതിന് നമ്മൾ പറമ്പിൽ സ്വന്തമായിട്ട് തന്നെ കുഴൽക്കിണർ 2 ആഴ്ച മുന്നേ കുഴൽക്കിണർ അടിച്ച് സമൃദ്ധമായിട്ടുള്ള വെള്ളം ഇല്ലെങ്കിൽ പോലും ഇത് നനയ്ക്കാനുള്ള വെള്ളം കിട്ടുന്ന രീതിയാണ്. അപ്പൊ മുകൾ ഭാഗത്ത് ടാങ്ക് ഉറപ്പിച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിലൂടെ നനയ്ക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മഴക്കാലം ആരംഭിക്കുന്നതോടുകൂടി ഈ കൃഷി ആരംഭിക്കും. അപ്പോഴേക്കും ഇതിന്റെ ഈ പശ്ചാത്തല പരിപാടികൾ എല്ലാം നടുന്നതിന് മുന്നേ ചെയ്തു തീർക്കേണ്ട എല്ലാ പ്രാരംഭ പണികളും അതിനു മുന്നേ പൂർത്തിയാക്കാനുള്ള ശ്രമകരമായ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു പണിയാണ്. ഈ പണി ഭൂരിഭാഗവും ദർശൻ തന്നെയാണ് ചെയ്തതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? ഇതില് നമ്മള് പണിക്കാരെ കിട്ടാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്തായാലും ഇത് ചെയ്യണമെന്നുള്ള വലിയൊരു ആഗ്രഹം, എൻ്റെ ഒരു വലിയൊരു സങ്കല്പമാണ്. ഞാൻ അതിലേക്ക് യാഥാർത്ഥ്യമാക്കാൻ പോകുമ്പോൾ അത് ചെയ്തേ പറ്റുമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഇത്രയും പണികൾ 90% ഞാൻ തന്നെ ചെയ്യുന്നു. കുഴിയെടുക്കൽ, ഹിറ്റാച്ചി ഉപയോഗിച്ച് പണികൾ ചെയ്തു, കോൺക്രീറ്റ് പൈപ്പ് ഉറപ്പിക്കുന്നതിനും മുകളിലൂടെ കോൺക്രീറ്റ് ഇടുന്നതിനും വേണ്ടി മാത്രമാണ് നമുക്ക് സഹായികളായിട്ട് ഒരാഴ്ചയായിട്ടുള്ള 2 പേര് സഹായികളായിട്ട് കിട്ടിയത്. ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ തന്നെ പൈപ്പ് ഉറപ്പിക്കുന്നതും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തു പോകുന്നത്. അതുപോലെ അതിൻ്റെ ഉള്ളിലെ കമ്പി കട്ട് ചെയ്ത് റിങ് അടിച്ച് ത്രികോണാകൃതിയിലുള്ള റിങ്ങാണ് അതിലേക്ക് വെച്ചിട്ടുള്ളത്. അത് വെച്ച് തന്നെ തയ്യാറാക്കുന്നു. അതൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് ഈ കോൺക്രീറ്റ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ദർശൻ വേറെ ജോലി എന്താണ് ദർശന്റെ? ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിലായിരുന്നു. അപ്പോൾ എന്തായാലും ആ പണിയിലുകൊണ്ട് നമുക്ക് അധികം കാലം തുടർന്ന് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് വയ്യാതെ വരുന്ന ഒരു സാഹചര്യം, എഴുന്നേറ്റ് നടക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം വരുമ്പോഴേക്കും നമുക്ക് ഒരു വരുമാന മാർഗമായിട്ട് നമ്മൾ ഇതിനെ കണ്ടെത്തുകയാണ്. അതിനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തു പോയത്. ഈ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതുപോലെ കൃഷിയോട് താല്പര്യമുള്ള മേഖല എന്നൊക്കെ ആരെങ്കിലും ഈ ദർശന്റെ ഈ പണികൾ കാണാനായിട്ടോട് വരുമോ? എന്തെങ്കിലും അഭിപ്രായം? ആദ്യം പണി തുടങ്ങിയ സമയത്ത് ആളുകൾക്കൊന്നും അറിയായിരുന്നില്ല. ആദ്യം ഇതിന്റെ ചുറ്റും സംരക്ഷണ വേലി ഉണ്ടാക്കുകയായിരുന്നു എന്റെ ആദ്യത്തെ ദൗത്യം. അതും തന്നെയാണ് അതിന്റെ പണികൾ ഭൂരിഭാഗം. അതിനുള്ള 130 കോൺക്രീറ്റ് പോസ്റ്റ് ഞാൻ സ്വന്തമായിട്ട് വാർത്ത ഉണ്ടാക്കി അത്
ഉറപ്പിക്കാനും അതിന്റെ നെറ്റ് വലിക്കുന്നതിനും വേണ്ടി മാത്രമാണ് ആളുകളെ കൂടിയുള്ളത്. അപ്പൊ അങ്ങനെ അതിന് സംരക്ഷണം ഉറപ്പാക്കിയതിനു ശേഷമാണ് ഈ പണികൾ ആരംഭിച്ചത്. ഇവിടെ കാട്ടുപന്നിയുടെ ശല്യമുണ്ട്, മലയണ്ണാന്റെ ശല്യമുണ്ട്, മയിലിന്റെ ശല്യമുണ്ട്, പിന്നെ മാന്റെ ശല്യമുണ്ട്. അപ്പൊ നിലവില് മാനും കാട്ടുപന്നിയും പ്രതിരോധിക്കാനുള്ള വേലി ഉണ്ട്. ഈ കുരുമുളകിനും ഈ കാട്ടുപന്നിയുടെ ശല്യം ഉണ്ടാവും? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതില് നമ്മൾ ചാണകപ്പൊടിയും മറ്റു വളങ്ങളൊക്കെ ചേർക്കുമ്പോൾ, എല്ലുപൊടിയൊക്കെ ചേർക്കുമ്പോൾ അതിന്റെ ഗന്ധം അടിച്ചുകൊണ്ട് അവർ വന്ന് നശിപ്പിച്ചു കളയും. അപ്പൊ അതിനുവേണ്ടി അതിനെ സംരക്ഷണ മാർഗമായിട്ട് ആദ്യം വേലിയിട്ടു, മറ്റു കാര്യങ്ങൾ അതിന് ശേഷമാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ നിലവിൽ ഈ പണികൾ തുടങ്ങി വെച്ച് ഇതുവരെ ആക്കിയതിൽ കൃഷി നമുക്ക് അത് ഒരു വരുമാന മാർഗമാക്കി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇത് ചെയ്ത് ഇത്രയാക്കി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ദർശന്റെ തന്നെ അധ്വാനം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സാമ്പത്തിക വശം ചെലവ് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. എങ്കിൽ പോലും ഇത്രയും ഒരു സംരംഭം ഇത്രയും ആക്കിയെടുക്കുന്നതിൽ ഇപ്പോ എത്രത്തോളം സാമ്പത്തിക ചെലവുകൾ വന്നിട്ടുണ്ടോ? ഒരു പൈപ്പ് ഇതേ രീതിയിലേക്ക് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിന് ഏകദേശം 2000 രൂപയോളം ചെലവ് വരും. ഇനി മറ്റ് ഇതിലേക്ക് കൂട്ടി യോജിപ്പിക്കുന്ന ഉയരം കൂട്ടുന്നതിനുള്ള പൈപ്പും മറ്റ് സംവിധാനങ്ങളും വേറെ വരുന്നു. അപ്പൊ ഏകദേശം ഒരു 2250 അതിന്റെ എല്ലാ പണികളും തീരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. മറ്റ് നിരപ്പായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ ഇത്ര സാമ്പത്തിക ചെലവ് വരുന്നതില്ല. അത് ഉള്ളിലൂടെ കോൺക്രീറ്റ് ഇറക്കേണ്ടതില്ല, കമ്പി ഇടേണ്ടതില്ല, അടി മാത്രം കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുന്ന കാര്യം മാത്രം മതി. അപ്പൊ ഏതായാലും ഒരു 10 പതിറ്റാണ്ടോളം നീണ്ട ഒരു സ്വപ്നമാണ് ഇവിടെ ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു അധ്വാനമാണ്, വലിയ പ്രതീക്ഷകളാണ് ഉള്ളത്. വലിയൊരു നല്ല ഗുണമുണ്ടാകുന്ന, നല്ല പ്രതീക്ഷയ്ക്കനുസരിച്ച് വരുമാനം കിട്ടുന്ന, എല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു കൃഷിയിടമായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ദർശന്റെ പ്രവർത്തനങ്ങൾ ഫലം കാണട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു.